ശ്രീ മനുപ്രസാദ്, രാഹുൽ മാങ്കൂട്ടത്തിന് 5-ാം ദിവസവും പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വല വീശിയിട്ടുണ്ട്, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്, രാഹുലുമായി അടുത്ത് നിൽക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്നുണ്ട്, വിവരശേഖരണം നടത്തുന്നുണ്ട്, പോലീസ് മുക്കിലും മൂലയിലും പരിശോധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് MLA പിടിക്കാൻ പറ്റാത്തതെന്നാണ് BJP കരുതുന്നത്? CPM-ഉം കോൺഗ്രസും നടത്തുന്ന ഒരു നാടകം, അതിനപ്പുറം ഇതിനൊരു മറുപടിയെ അർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, രാഹുൽ മാങ്കൂട്ടം MLA ഇത്തരം കേസുകളും ആരോപണങ്ങളുമായി പുറത്തേക്ക് വരുന്നത്, അതിൻ്റെ ചർച്ചകൾ നടക്കുന്നത് എത്ര ദിവസമായി, എത്ര മാസമായി? മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുവാൻ വേണ്ടി അതിജീവിത പോകുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രിയെ വഴിയരികിൽ നിന്ന് കാണുന്നതല്ലല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നേരെ അകത്തേക്ക് പോയി മുഖ്യമന്ത്രിയെ കാണാമെന്ന് തീരുമാനിക്കുന്നതല്ലല്ലോ. കൃത്യമായി പരാതി നൽകാനാണ് വരുന്നതെന്ന് ബോധ്യമുണ്ടല്ലോ. എന്നാൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടൊപ്പം വീട് വീടാന്തരം കയറി പാലക്കാടുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ അന്നേ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിവില്ലാത്തവരാണ് നമ്മുടെ കേരള പോലീസ് എന്നുള്ളത് ഗോപികൃഷ്ണൻ അങ്ങ് പോലും അങ്ങനെ വിശ്വസിക്കുമോ? ഈ നാട്ടിലെ സാമാന്യ ജനം വിശ്വസിക്കുമോ? നമ്മുടെ കേരള പോലീസ് അത്രമാത്രം മോശമാണോ? വീട് വീടാന്തരം കയറിക്കൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പരാതി പറയുന്നതിനായി കേരളത്തിലെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഒരു വനിത അതിജീവിത നേരിട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. വരുന്നത് എന്തിനാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കില്ലേ? എന്താവശ്യത്തിനാണെന്ന് അവർക്ക് മനസ്സിലാകില്ലേ? ആവശ്യം മനസ്സിലാക്കി, എന്നാൽ അദ്ദേഹത്തെ ഒന്ന് സറൗണ്ടിൽ വയ്ക്കണമെന്ന് ആഗ്രഹവും അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമോ എടുക്കാൻ കഴിവില്ലാത്തവരോ അത്തരം ചിന്താശേഷി ഇല്ലാത്തവരാണോ കേരളത്തിലെ പോലീസ്? അല്ലേ അല്ല. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണ്? കേരളത്തിൽ ഇരു മുന്നണികളും നടത്തുന്ന ഒരു നാടകമാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടം എന്ന MLA-ക്ക് തെളിവുകളെല്ലാം നശിപ്പിച്ച് രക്ഷപ്പെട്ട് പുറത്തു വരാനുള്ള സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുക്കി കൊടുക്കും. തിരിച്ചുള്ള സഹായം എന്താണ്? ഈ ചർച്ചകളെല്ലാം ഇങ്ങനെ കൊണ്ടുപോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ശബരിമല കൊള്ളയിൽ നിന്ന് അവരെയും രക്ഷപ്പെടുത്തിയെടുക്കും. അങ്ങനെ പരസ്പരം ഇരു സഹായങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നവർ BJP-യുടെ തലയിൽ വെക്കാൻ ശ്രമിക്കുകയാണ്. ഇവർക്ക് രണ്ട് കൂട്ടർക്കും ഇതിൽ നല്ല ലാഭമുണ്ട്. പിന്നെ ശ്രീകുമാർ സാർ ഇവിടെ സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ എന്നുള്ളതാണ്. ആ വാക്ക് ശരിയാണോ സാർ? രാഹുൽ ഇന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണോ? എങ്കിൽ അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി പറയാൻ പറയേ. അങ്ങയുടെ KPCC-യുടെ അധ്യക്ഷന് അങ്ങനെ ഒരു വാക്ക് പറയാനുള്ള ധൈര്യമുണ്ടെങ്കിൽ പറയാൻ പറ. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട സതീശന്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാൻ പറ. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി, കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ ആണ് രാഹുൽ മാങ്കൂട്ടമെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, അതായത് താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇനി ഒരു കാര്യങ്ങളിലും ഇടപെടില്ല എന്നുള്ളതാണല്ലോ. എന്നാൽ ഇന്ന് പുറത്തു വരുന്ന വാർത്ത എന്താണ്? അദ്ദേഹത്തിന് വേണ്ടി ചില സോഷ്യൽ മീഡിയയിലെ ആളുകൾ പ്രതികരിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഈ ചർച്ചയിൽ പോലും പ്രിയപ്പെട്ട ശ്രീകുമാർ സാർ സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. എന്താണ് സോഷ്യൽ മീഡിയയിലുള്ള സപ്പോർട്ട്? അദ്ദേഹത്തിനെതിരായി ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആളുകളെ മാനസികമായി പീഡിപ്പിക്കുക, മാധ്യമപ്രവർത്തകർക്കുള്ളവരെ അറ്റാക്ക് ചെയ്യുക, സൈബർ ആക്രമണങ്ങൾ നടത്തുക, ഇതൊക്കെ കോൺഗ്രസിൻ്റെ കൂട്ടത്തിലുള്ളവർ ചെയ്യുന്നു എന്ന് പറയാതെ സമ്മതിക്കുകയാണ് ശ്രീകുമാർ സാർ. ഇനി വീട് വീടാന്തരം കയറുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഒരാൾക്ക് വിളിച്ചു പറഞ്ഞാൽ കേൾക്കാത്തവരാണ് കോൺഗ്രസിലെ ആളുകൾ, അവിടുത്തെ പാലക്കാട്ടുള്ള നേതാക്കൾ എന്നാണോ ശ്രീകുമാർ സാർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കും, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ ഇടപെടും, മീറ്റിങ്ങുകൾ നടത്തും, അവിടെ കയറി ഇറങ്ങി നടക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ കോൺഗ്രസ്സുകാർ ഇതൊന്നും കാണുന്നില്ല, ഇന്ന് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല എന്നുള്ള സാഹചര്യമാണോ? ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇവർ ചെന്നുപെട്ടിരിക്കുന്ന ഒരു കെണിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് ജയിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ജയ് വിളിക്കാൻ ഇറങ്ങിയ സംഘടന പരസ്യമായി, ഞാൻ രഹസ്യമായ കാര്യങ്ങളെക്കുറിച്ചോ കൂട്ടിലടച്ച ചർച്ചകളെക്കുറിച്ചോ എന്നാൽ ഇരുട്ടുമുറിയിലെ ചർച്ചയെക്കുറിച്ചല്ല, പരസ്യമായി ജയ് വിളിച്ചിറങ്ങി പ്രവർത്തിച്ച സംഘടന ഇവർ SDPI എന്നാണ്. SDPIയും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാം കൂട്ടുകൊടുക്കുന്ന, അവർക്ക് വേണ്ടി പിന്തുണ കൊടുക്കുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. ഒരാളാണ് ഷാഫി പറമ്പിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രാഹുൽ മാങ്കൂട്ടം എന്ത് ഡ്രസ്സ് ഇടണം എന്ന് തീരുമാനിക്കുന്നത് പോലും ഷാഫി പറമ്പിലും കൂട്ടരും ബോർഡ് റൂമിനകത്തിരുന്നാണെന്ന് ഇവർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞതാണ്. കള്ളപ്പണം കൊണ്ടുപോയതാണെങ്കിലും ഇവർ അതിനെ വരുത്തി തീർത്തത് എന്ത് ഡ്രസ്സ് ഞാൻ ഇടണം, എന്ത് വസ്ത്രം ഞാൻ ഇടണം എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസിൻ്റെ PC വിഷ്ണുനാഥും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ജ്യോതികുമാർ ചാമക്കാലയും എടുക്കുന്ന ആൾക്കാർ ബോർഡ് റൂമിൽ ഇരുന്ന് തീരുമാനിക്കുന്നു എന്ന് പറയുന്നത്. അത്രമാത്രം ഇഴയടുപ്പമുള്ളവർ, അത്രമാത്രം അടുപ്പമുള്ളവർ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നും സംരക്ഷിക്കുന്നില്ല എന്ന് പറയുന്നത് ജനങ്ങളെ വിട്ടുകാരാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.